പ്രിയപ്പെട്ടവരെ നമസ്കാരം. വലിയ സ്നേഹ നമസ്കാരം. ജയസുനിൽ സാർ ചാനലിലേക്ക് സ്വാഗതം. സാർ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ് ഫിനാൻഷ്യൽ ഫ്രീഡം, അതല്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നുള്ളത്. എന്താണ് ചെറിയ ഫിനാൻഷ്യൽ ഫ്രീഡം അതല്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നതിനെ എങ്ങനെയാണ് നമുക്ക് നിർവചിക്കാനാവുക? പൊതുവെ എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കുക, സുഖമായി ജീവിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ ജോലി ചെയ്യുന്നവരുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രി നടത്തുന്നുണ്ട്, ഏജൻസി ഉണ്ട്, ഫ്രാഞ്ചൈസി ഉണ്ട്, കൃഷിയുണ്ട്, അല്ലെങ്കിൽ വാടക കൊടുത്തിട്ട് വാടക വാങ്ങുന്നുണ്ട്, വലിയ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ചെയ്തിട്ട് അതിന്റെ ഇൻട്രസ്റ്റ്, അതല്ലെങ്കിൽ കമ്പനി ഷെയറുകളിൽ ഡിവിഡൻഡ്, ഇങ്ങനെ നിരവധി വരുമാന മാർഗങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികം ഒരു പ്രശ്നമല്ലാതെ, ഒരു ബുദ്ധിമുട്ടായിട്ട് അനുഭവിക്കാതെ, ടെൻഷൻ അടിക്കാതെ, കടക്കെണിയിൽ പെടാതെ, അല്ലെങ്കിൽ ഞെരുങ്ങി ചുരുങ്ങി ജീവിക്കാതെ സുഖമായി എങ്ങനെ ജീവിക്കാം, അതിനാവശ്യമായിട്ടുള്ള സമ്പത്ത് ഒരു നാച്ചുറൽ ഫ്ലോ ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കണം. അത് ചിലപ്പോൾ മന്ത്ലി കിട്ടാവുന്നതുണ്ട്, വീക്ക്ലി കിട്ടാവുന്നതുണ്ട്, ഡെയിലി കിട്ടാവുന്നതുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ വിഡ്രോ ചെയ്തെടുക്കാവുന്നതുണ്ട്. അങ്ങനെ റെഗുലർ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്ന നിലവാരത്തിലേക്ക് നമ്മളുടെ വരുമാനങ്ങളെ ചിട്ടപ്പെടുത്തി ഉയർത്തി സെറ്റ് ചെയ്യുക. അതാണ് ശരിക്കും ഫിനാൻഷ്യൽ ഫ്രീഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ള ഒരാളിന് ടെൻഷനില്ല. എപ്പോൾ എത്ര പണം വേണം അത്രയും പണം അയാൾക്ക് എടുക്കാൻ പറ്റും. പെട്ടെന്നൊരു യാത്ര പോകണം, ആ യാത്ര അമേരിക്കയിലേക്ക് വേണമെങ്കിൽ പോകാം, ഡൽഹിക്ക് പോകാം, അല്ലെങ്കിൽ ഒരു ടൂർ പോകണം, ഒരു 7 ദിവസം 4 ദിവസം ടൂർ ചെയ്യാം. ഇതിനൊന്നും ഒരു തടസ്സം ഉണ്ടാവില്ല. പെട്ടെന്നൊരു സർജറി വേണ്ടി വന്നു, അപകടത്തിൽപ്പെട്ടു, അല്ലെങ്കിൽ അസുഖമുണ്ടായി, ഒരു 30 ലക്ഷം 50 ലക്ഷം വേണമെങ്കിൽ 1-2 കോടി രൂപ പെട്ടെന്ന് നമുക്ക് വേണ്ടി വരും. ഇതൊക്കെ പെട്ടെന്ന് സംഘടിപ്പിക്കാൻ സാധിക്കുന്നു. ഇതിനെയൊക്കെയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാർ, നമ്മൾക്കറിയാം, ഇപ്പോ പല പുതിയ തലമുറയിലുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, ഈ തലമുറ ഒരുപാട് മുന്നേറി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഈ തലമുറ മുന്നേറി എന്ന് പറയുമ്പോഴും ഓരോ മാസവും മറിച്ചിടാൻ വേണ്ടിയിട്ട് ആ വീട്ടില് കഷ്ടപ്പാടുകളൊക്കെ നമ്മൾക്കറിയാം. ഒരുപാട് ലോൺ എടുത്തിട്ടുണ്ടായിരിക്കാം, EMIs ഒരുപാട് അടയ്ക്കാനുണ്ടായിരിക്കാം, അത് വാഹനമായാലും വീടിന് പേരിലെടുത്തതായാലും, ഇങ്ങനെ ഒരുപാട്. അപ്പൊ മുന്നേറി എന്ന് പറയുന്നത് ശരിക്ക് അതൊരു യാഥാർത്ഥ്യമാണോ സാർ? അതൊരു ആ വാക്കുകൊണ്ട് ഇതിനെ ആ ഒരു ആത്മാർത്ഥമായിട്ട് അങ്ങനെ പറയാൻ പറ്റുമോ? ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം, അപ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഒരു 40 വർഷം മുൻപ് നമ്മുടെ വീടുകൾ ഒന്ന് സങ്കല്പിക്കുക. ഒരു 40 വർഷം മുമ്പ് അല്ലെ 30 വർഷം മുമ്പ് നമ്മുടെ വീട്ടില് ഇത്രമാത്രം കടമുണ്ടായിരുന്നോ? ഇത്രമാത്രം സ്വർണം പണയം വെച്ചിട്ടുണ്ടോ? ഇത്രമാത്രം ചിട്ടി പിടിച്ചിട്ടുണ്ടോ? ഇത്രമാത്രം EMI അടയ്ക്കേണ്ട അവസ്ഥ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഇല്ല എന്ന് കാണാം. ഒരു 30-40 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വരുമാന മാർഗങ്ങൾ എത്ര ചുരുങ്ങിയതായിരുന്നെങ്കിലും നമ്മുടെ ജീവിത നിലവാരം അത്ര ഉയർന്നതായിരുന്നില്ല എങ്കിൽ പോലും അന്ന് നമുക്ക് മിച്ചം ഉണ്ടായിരുന്നു. ബാങ്കിൽ ഒരു ചെറിയ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു, വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് സ്വർണം വാങ്ങിക്കാനുള്ള ഒരു വരുമാനം ഉണ്ടായിരുന്നു. 1-2 വർഷം അല്ലെ 4-5 വർഷം കൂടുമ്പോൾ ഏക്കർ കണക്കിനോ സെന്റ് കണക്കിനോ ഭൂമി വാങ്ങിക്കുമായിരുന്നു, കെട്ടിടം കിട്ടുമായിരുന്നു. പക്ഷെ ഇന്ന് കുറെ കൂടി പുരോഗമിച്ചു എന്ന് പറയുന്ന ഇന്ന് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കാം. പക്ഷെ അതോടൊപ്പം കടം പെരുകുന്നില്ലേ? EMI ഇല്ലാതെ നമുക്ക് ഒരു വസ്തു വാങ്ങാൻ പറ്റുന്നില്ല. അത് വാഹനമാവട്ടെ, വീടാവട്ടെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ ലോൺ ആവട്ടെ, എന്താണേലും നമുക്ക് EMI വേണം. ഇനി പെട്ടെന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, പെട്ടെന്നൊരു സാമ്പത്തികം കണ്ടെത്തണമെങ്കിൽ ഗോൾഡ് ലോൺ എടുക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷെ 30-40 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ അവസ്ഥയിലായിരുന്നില്ലല്ലോ. അപ്പോൾ പുരോഗമിച്ചു എന്ന് പറയുമ്പോൾ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്നാണ് അതിനെ വിളിക്കേണ്ടത്. നമ്മൾ വിശദമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ് ഈ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ. അത് പഠിച്ചില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും, അത് പഠിച്ചാലോ രക്ഷപ്പെടുകയും ചെയ്യും. അപ്പൊ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് സുഖസൗകര്യങ്ങൾ കൂടി, നല്ല വീട്, നല്ല കാറ്, നല്ല കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, വീട്ടിലൊക്കെ നല്ല നല്ല ഉപകരണങ്ങൾ, വീടിന്റെ ഗുണനിലവാരം കൂടി, നമ്മുടെ ഡ്രസ്സ്, നമ്മുടെ ഫുഡ്, നമ്മുടെ യാത്ര, സാമൂഹികമായിട്ടുള്ള അന്തസ് എല്ലാം ഗംഭീരായി എന്ന് പുറമെ തോന്നുമ്പോഴും അകമേ പുകയുകയാണ്, അകമേ നീറുകയാണ്. കാരണം പുറമെ അഭിനയിക്കുകയാണ് എല്ലാം ഗംഭീരമാണെന്ന്. അപ്പൊ ഈ അവസ്ഥ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് പലരും ചിന്തിക്കാറുണ്ട്. ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ പുതിയൊരു വർഷം ആരംഭിക്കുകയാണല്ലോ. ഈ പുതിയൊരു വർഷം ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് പരിപൂർണമായും സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. അത് സാധിക്കുകയും ചെയ്യും.
സാറേ ഇപ്പൊ എനിക്കറിയാം, ഞാൻ ഡിഗ്രി കഴിയണത് 2001 ആ സമയത്ത് ഞാൻ ആദ്യമായിട്ട് ബികോം ആയതുകൊണ്ട് തന്നെ അക്കൗണ്ട് സെക്ഷനിൽ കയറുന്നത് മണപ്പുറം ഫിനാൻസിലാണ്. അന്ന് അവിടെ 2500 രൂപയാണ് അവിടുത്തെ ഏറ്റവും വലിയ ശമ്പളമായിട്ട്, 2001 കാലഘട്ടത്തിൽ. പക്ഷെ ഇന്ന് നമ്മൾക്കറിയാം സർ, ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും. പക്ഷെ ഇത്ര കണ്ട് ശമ്പളം അതല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ വരുമാന മാർഗങ്ങൾ വർദ്ധിച്ചിട്ടും എന്തുകൊണ്ടായിരിക്കാം സർ നമുക്കിത് മിച്ചം വെക്കാൻ സാധിക്കാത്തത്? അതിന്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ നമ്മളൊരു പഴയ മാരുതി കാർ വാങ്ങിക്കുന്നു എന്നിരിക്കട്ടെ. ഏറ്റവും വില കുറഞ്ഞ മാരുതി 800, പഴയ മാരുതി 800 അല്ലെങ്കിൽ മാരുതി ആൾട്ടോ, അതൊരു 15 കൊല്ലം പഴക്കമുള്ളതാണ്, അല്ല വേണ്ട 10 കൊല്ലം പഴക്കമുള്ളതാണ് എന്നിരിക്കട്ടെ. നമുക്ക് ചിലപ്പോൾ ഒരു 25,000 രൂപ, 40,000 രൂപ, കൂടി വന്ന 50,000 രൂപയ്ക്ക് ഒരു നല്ല മാരുതി ആൾട്ടോ 10 കൊല്ലം പഴക്കമുള്ളത് കിട്ടും. റണ്ണിങ് കണ്ടീഷനാണ്, ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഒരു 30,000 രൂപയ്ക്ക് ഒരു കാറ് കിട്ടി, 40,000 രൂപയ്ക്ക് ഒരു നല്ല റണ്ണിങ് കണ്ടീഷൻ, ഗുഡ് കണ്ടീഷൻ കാറ് കിട്ടി, നമുക്ക് സുഖമായിട്ട് ഓടിച്ച് നടക്കാമല്ലോ, വലിയ ചെലവൊന്നും വന്നില്ലല്ലോ. സത്യമാണ്, ചെലവൊന്നും വന്നില്ല. പക്ഷേ ഈ 25,000 രൂപയുടെ അല്ലെങ്കിൽ 30,000 40,000 രൂപയുടെ ഈ കാറ് ഒരു വർഷം ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നൊരു 15 കിലോമീറ്റർ മാത്രമേ യാത്ര ചെയ്യുന്നുള്ളൂ ഡെയിലി എന്ന് കരുതുക. ഓഫീസിലൊന്ന് പോയി, അല്ലെങ്കിൽ കടയിലൊന്ന് പോയി, അല്ലെങ്കിൽ കൃഷിക്ക് നോക്കാനൊന്ന് പോയി, ഒരു 15 കിലോമീറ്റർ, അതിൽ കൂടുതലില്ല. ഏത് അപ്പ് ആൻഡ് ഡൗൺ 15 കിലോമീറ്റർ ഓടിച്ചാൽ പോലും ഒരു വർഷം 1,4 ലക്ഷം രൂപ ചെലവാകും. ഇനി എന്തെങ്കിലും റിപ്പയറിങ്ങോ മറ്റു കാര്യങ്ങളോ വന്നാൽ അത് കൂടും. അതായത് 25,000 രൂപയുടെ കാറ് ഒരു വർഷം 1,25,000 രൂപ ചെലവ് വരുത്തും. ഇത് മാരുതി 800ന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കുറച്ചുകൂടെ കൂടിയ കാറാണ് വാങ്ങുന്നതെങ്കിലോ നമ്മുടെ കണക്കുകൂട്ടൽ തെറ്റും. ഇതാണ് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റാത്ത രീതിയിൽ ഈ കാര്യങ്ങൾ വരുന്നു എന്നത്. മറ്റൊരു രസകരമായ കാര്യം പറയാം. നമ്മുടെ അമ്മമാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു മാസം വീട്ടിലേക്ക് മേടിക്കേണ്ട അരി, പലവ്യഞ്ജനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പച്ചക്കറി ഉൾപ്പെടെ ഒരു മാസക്കാലത്തേക്ക് നമ്മുടെ വീട്ടിലേക്ക് എത്ര വേണം എന്ന് ചോദിച്ചാൽ നമ്മുടെ അമ്മമാര് കൃത്യമായും കണക്ക് കൂട്ടിയൊക്കെ പറയും. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, അങ്ങനെ ഒരു മാസക്കാലം ഒരു 4-5 പേര് ഒരു വീട്ടിലേക്ക് വാങ്ങുന്ന സാധനങ്ങൾ, അതിന്റെ വില, അത് ഒന്ന് കണക്ക് കൂട്ടി വെച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസം പുറത്തുപോയി കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുന്നു എന്ന് കരുതുക. ആഴ്ചയിൽ ഒരിക്കൽ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നു, ഒരു ദിവസമേ കഴിക്കുന്നുള്ളൂ. അങ്ങനെ മാസം 4 ആഴ്ച, 4 ദിവസം വീട്ടിലുള്ള 5 പേര് പുറത്തുപോയി ഭക്ഷണം കഴിച്ചു. കണക്ക് കൂട്ടി നോക്കുക, ഇതിൽ ഏത് തുകയാണ് വലുത്? ഞാൻ പെട്ടെന്ന് പറയാം, രണ്ടാമത്തേതായിരിക്കും. അതായത് പുറത്തുപോയി 4 തവണ 5 പേര് ഭക്ഷണം കഴിച്ചാൽ ഒരു മാസക്കാലം വീട്ടിനകത്ത് ഭക്ഷണം കഴിക്കുന്നതിന്റെ തുല്യമോ അതിലധികമോ തുക വരും. ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ ഈ കാര്യം? ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നതിനകത്ത് ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ അല്പം ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടത്തിലേക്കും, അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ സുരക്ഷിതത്വത്തിലേക്കും മാറാവുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സർ, ഇത്രയും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് മുൻപിൽ പറഞ്ഞു. ഇതിന് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലേ സർ? തീർച്ചയായിട്ടും ഇതിന് പരിഹാരമുണ്ട്. ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത്, ഞാനൊരു ചെറിയ സൂത്രവാക്യം പറയാം, സിമ്പിളാണ്. ഇപ്പോൾ 50, 30, 20 എന്നൊരു റേഷ്യോ മനസ്സിലൊന്ന് വെക്കുക. 50, 30, 20. എന്താണിത്? നമുക്ക് 100 രൂപ കയ്യിൽ കിട്ടുമ്പോൾ അതിൽ 20 രൂപ നമ്മൾ നിക്ഷേപിക്കണം. ഇൻവെസ്റ്റ്മെന്റിലേക്ക് 20 രൂപ പോകും. 50 രൂപ നമ്മുടെ ദൈനംദിന ചിലവുകൾക്ക് വേണ്ടി എടുക്കണം. ബാക്കി 30 രൂപയുണ്ട്. അത് ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? വേണമെങ്കിൽ സിനിമയ്ക്ക് പോകാം, വേണമെങ്കിൽ ഒരു ബന്ധുവിനെ കാണാൻ പോകാം, വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ മാത്രം ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ളതാണ് 30%. അതായത് വീടിന് പുറത്തു പോയിട്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക, ഒരു ഗസ്റ്റിനെ കാണാൻ പോവുക, അല്ലെങ്കിൽ ഗസ്റ്റിനെ സ്വീകരിക്കുക, അതല്ലെങ്കിൽ സിനിമ കാണുക, അതല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ആഘോഷങ്ങൾ, ഇത്തരം കാര്യങ്ങൾ. ഇത് വേണമെങ്കിൽ എന്നുള്ള 30% വരുന്നതാണ്. ഇനി ആ 30% വേണമെങ്കിൽ വേണോ എന്ന് ചിന്തിച്ചിട്ട് ഒരു 10, 5% കട്ട് ചെയ്യാൻ പറ്റിയെന്നിരിക്കട്ടെ. അപ്പൊ നമ്മുടെ എക്സ്പെൻഡിച്ചർ എത്രയാ? 30%ന്റെ 20% വരുന്നു. 10% സേവ് ചെയ്തു. എങ്ങോട്ട് മാറ്റി? സേവിങ്സിലേക്ക് മാറ്റി. അപ്പോൾ ഈ ഒരു കണക്ക് കൂട്ടലോട് കൂടി ഓരോ മാസവും നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ സാമ്പത്തികമായ ദുരിതങ്ങളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും പുറത്തേക്ക് വരും. അപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതുപോലെ പല തന്ത്രങ്ങളുമുണ്ട്. ഞാനിപ്പോ ഒരെണ്ണം മാത്രമാണ് പറഞ്ഞത്, ഇതുപോലെ നിരവധിയായ തന്ത്രങ്ങളുണ്ട്. ഇനി ചിലരുണ്ട് കടക്കണിയിൽ പെട്ട് കിടക്കാണ്.
ഒരു രക്ഷയില്ല. ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ അതിൽ കോടിയോളം രൂപ കടത്തിലാണ്. എങ്ങനെ പുറത്ത് കടക്കുമെന്ന് ഒരു വഴി കാണുന്നില്ല. മാർഗമുണ്ട്, പുറത്ത് കടക്കാനുള്ള മാർഗങ്ങളുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില സേഫ്റ്റി വാൽവ് മെഷേഴ്സ് നമുക്ക് സാമ്പത്തിക രംഗത്ത്, നമ്മുടെ വീടുകളിൽ, നമ്മുടെ ബിസിനസ്സിൽ ഒക്കെ തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് സാമ്പത്തികമായി ഞെരുങ്ങിപ്പോയി അല്ലെങ്കിൽ കടക്കണിയിൽ പെട്ടുപോയി എന്ന് കരുതി ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതിന്റെ പേരിൽ കുടുംബത്തിന്റെ സമാധാനവും കളയണ്ട. നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആഗ്രഹങ്ങളെ നിരോധിച്ചിട്ട് അല്ലെങ്കിൽ മറന്നിട്ട് അഥവാ കൊന്നു കുഴിച്ചു മൂടിയിട്ട് ഞെരുങ്ങി ഒതുങ്ങി വിഷമിച്ച് നിരാശപ്പെട്ട് ജീവിക്കേണ്ട ഒരു കാര്യമില്ല. ആധുനിക ലോകത്തിൽ അതിനെല്ലാം മാർഗങ്ങൾ ഉണ്ട്. ഇതിനെ ഒരു പരിശീലനം എന്നുള്ള രീതിയിൽ നൽകാനാവുമോ സർ? തീർച്ചയായിട്ടും ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് നമ്മളെ തന്നെ സ്വയം പരിശീലിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ, ഈ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്നൊക്കെ പറയുന്നത്, ഇത് നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നടക്കുന്ന ഏതൊരു പ്രശ്നവും നമ്മുടെ കുടുംബ ബജറ്റിനെ നേരിട്ട് ബാധിക്കും. ഇത് ആരും ചിന്തിക്കുന്നില്ല. ഉദാഹരണം, കഴിഞ്ഞ 3 കൊല്ലമായിട്ട് തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം, കഴിഞ്ഞ 2 വർഷത്തിലധികമായി തുടരുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധം, അമേരിക്ക ഇറാനെ ആക്രമിച്ച കാര്യം, അതുപോലെ സുഡാനിലുണ്ടായ ആഭ്യന്തര കലാപം, ബർമയിലെ പ്രശ്നങ്ങൾ, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അടക്കം ലോകത്തിന്റെ ഏത് ഭാഗത്ത് നടക്കുന്ന ഏത് യുദ്ധങ്ങളും സംഘർഷങ്ങളും നമ്മുടെ കുടുംബ ബജറ്റിനെ നേരിട്ട് ബാധിക്കും. നമ്മൾ ഇത് അറിയുന്നില്ല എന്ന് മാത്രം. ഒറ്റ ഉദാഹരണം പറയാം. സ്വർണത്തിന്റെ വില കൂടി. ഇപ്പൊ ഒരു പവന് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലായി. എന്നാ ഇത് കൂടാൻ തുടങ്ങിയത്? റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോഴാണ്. അപ്പൊ ശരിക്കും നമുക്ക് ഇതിനെപ്പറ്റി അറിവുണ്ടായിരുന്നു എന്നിരിക്കട്ടെ. ഒരു യുദ്ധം തുടങ്ങുകയാണ്, സംഭവിക്കാൻ പോകുന്ന സ്വർണ്ണവില വർദ്ധിക്കലാണ് എന്നറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഒന്നുകിൽ നേരത്തെ സ്വർണം മേടിക്കാം, അല്ലെങ്കിൽ മേടിക്കാതിരിക്കാം. കാൽക്കുലേറ്റ് ചെയ്തിട്ട് സ്വർണത്തിന്റെ കാര്യത്തിൽ നീങ്ങാം. അതുപോലെ തന്നെയാണ് കറൻസിയുടെ റേറ്റ്. ഇപ്പൊ അമേരിക്കൻ ഡോളറിന്റെ മുമ്പിൽ ഇന്ത്യൻ രൂപ ഇടിഞ്ഞു. ഈ രൂപ ഇടിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പേടിച്ചു, എന്തോ വലിയ ആപത്ത് വരുന്നു. അല്ല, രൂപ ഇടിയുമ്പോൾ നമുക്ക് സാമ്പത്തികം കൂടുതൽ ഉണ്ടാക്കാം. അമേരിക്കൻ ഡോളറിനെതിരായിട്ട് ഇന്ത്യൻ രൂപ ഇടിയുമ്പോൾ നമുക്ക് സമ്പത്ത് വർദ്ധിക്കുകയാണ് ചെയ്യുക. ഇത് തന്ത്രം പഠിച്ചെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധിയായ പ്രായോഗിക പരിശീലനങ്ങൾ നമുക്ക് സ്വയം നേടിയെടുക്കാൻ പറ്റും. ഇത് വലിയ ആനകുതിര കാര്യമൊന്നുമല്ല. വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ വന്നിട്ട് നമ്മളെ പഠിപ്പിച്ച്, അല്ലെങ്കിൽ നമ്മൾ MBAക്ക് പഠിച്ച്, അതല്ലെങ്കിൽ എക്കണോമിക്സിന്റെ അങ്ങേയറ്റം വരെ പോയി ആഴങ്ങളിൽ മുങ്ങിത്തപ്പി ഒന്നും വേണ്ട. നമുക്ക് സിമ്പിളായിട്ട് ഇത് പരിശീലിച്ചെടുക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒട്ടേറെ മേഖലകളിൽ പരിശീലനവും ഉപദേശവും അങ്ങനെ വേണ്ട എന്തൊക്കെ രീതിയിൽ നമ്മുടെ സമൂഹത്തെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ സഹായിച്ചു പോകുന്ന ഒരു നന്മയൂർന്ന ഒരു മനുഷ്യൻ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ സാർ. അദ്ദേഹം രാഷ്ട്രീയ ജീവിതത്തിന്റെ കൂടെ തന്നെ ഈ സാമൂഹ്യ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി തന്നെയാണ്. എനിക്കത് നേരിട്ട് അറിയാം. കാരണം ഞാനിപ്പോ അദ്ദേഹത്തിന്റെ പ്രസംഗ പരിശീലന കളരിയിൽ, അതല്ലെങ്കിൽ ആ ഒരു പരിശീലന ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് അത് പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു വേള തന്നെയാണ്. അതിൽ പങ്കെടുത്തിട്ടുള്ള ഒട്ടേറെ ആളുകൾ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് പോലും വന്നിട്ട് ആളുകളുണ്ട്. അത്തരത്തിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും ഇത്തരത്തിലുള്ള പരിശീലന ക്ലാസ്സുകളും ഇപ്പോൾ നമ്മൾ ഈ ഉദ്ധരിച്ചിട്ടുള്ള ഈ വിഷയത്തെ കുറിച്ചാണെങ്കിൽ പോലും അതിനെക്കുറിച്ചൊക്കെ ഒട്ടേറെ സംശയങ്ങളും, അതല്ലെങ്കിൽ പരിശീലനം വേണോ അങ്ങനെയെങ്കിൽ അങ്ങനെ, അതിനെല്ലാം അദ്ദേഹത്തിന്റെ നമ്പർ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ അദ്ദേഹത്തെ നേരിട്ട് ബന്ധപ്പെടുക, നേരിട്ട് വിളിക്കുകയും ആവാം. അല്ലാത്തവർക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് കൃത്യമായിട്ടും ഇടവേളകളിൽ റെസ്പോൺസ് കിട്ടും. അത്തരത്തിൽ മാക്സിമം ആളുകൾ ഈ ഒരു മോചന മാർഗം എല്ലാവരും കരസ്ഥമാക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്താണ് സാർ കൂടുതൽ പറയാനുള്ളത്? ഇന്നിപ്പോൾ കേരളീയ പൊതുസമൂഹം, മലയാളി പൊതുസമൂഹം നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അതായത് ആഗ്രഹങ്ങളെ അടക്കി ഒതുക്കി ജീവിക്കേണ്ടി വരിക. ഇത് വലിയ കുടുംബ സംഘർഷങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇപ്പൊ മക്കളും മാതാപിതാക്കളും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ, ഇങ്ങനെയൊക്കെ കുടുംബത്തിന്റെ ഉള്ളില് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അന്തർസംഘർഷങ്ങൾ എന്താണെന്നൊന്ന് ചിന്തിച്ചാൽ, പണ്ടൊക്കെ വേറെ പല കാരണങ്ങളാണ്. ഇന്ന് ഞാൻ പറയാം, കേരളത്തിലെ മലയാളികളുടെ 90% വീടുകളിലും ഉണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ, വഴക്കുകൾ, പിണക്കങ്ങൾ, നിരാശകൾ, പൊട്ടിത്തെറികൾ, ഇതിന്റെയൊക്കെ കാരണം എന്താന്ന് ചോദിച്ചാൽ, ആഗ്രഹത്തിനനുസരിച്ച് ചെലവ് ചെയ്യാൻ പണമില്ല. അപ്പോ എന്ത് വേണ്ട? ചെലവ് ചുരുക്കുക, ബജറ്റ് ചുരുക്കുക, ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുക, പല ആഗ്രഹങ്ങളും മോഹങ്ങളും വേണ്ടാന്ന് വെക്കുക, പല ഇവന്റുകളിൽ നിന്ന് മാറി നിൽക്കുക, ഉത്സവത്തിന് പോകുന്നില്ല, പെരുന്നാളിന് പോകുന്നില്ല, കല്യാണത്തിന് പോകുന്നില്ല, അല്ലെങ്കിൽ പബ്ലിക് ഇവന്റുകളിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. കാരണം അങ്ങനെ പോകാനുള്ള പണമില്ല.
അതിന് മറ്റു പല കാരണങ്ങളും പറഞ്ഞ് നമ്മൾ മുങ്ങുകയാണ്, രക്ഷപ്പെടുക. അതനുസരിച്ച് ആന്തരിക സംഘർഷം കൂടുക. എന്നിട്ട് എന്ത് സംഭവിക്കും? BP ഉണ്ടാകും, ഷുഗർ ഉണ്ടാകും, നടുവേദന, പുറംവേദന, മുട്ടുവേദന, കാൽവേദന, തലവേദന, സകലമാന രോഗങ്ങളും ഭരിച്ചു വെക്കും. പിന്നെ ഒരു രക്ഷയില്ലെന്നാകുമ്പോൾ ജ്യോത്സ്യന്മാരുടെ പുറകെ പോയി ഉള്ള കാശ് പിന്നെയും കളയും. ഇങ്ങനെ അന്തർസംഘർഷം കൊണ്ട് വീർപ്പ് മുട്ടേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ കൈവശം ഇഷ്ടം പോലെ കഴിവുണ്ട്, ബുദ്ധിയുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ നല്ല സാഹചര്യമുണ്ട്. ഇതിനെ ഒന്ന് കോർത്തിണക്കാനുള്ള കലയൊന്ന് പഠിച്ചാൽ സുഖമായ വരുമാന മാർഗം ഗംഭീരമായിട്ട് വർദ്ധിപ്പിച്ചിട്ട് ആ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും. അതായത് ചെലവ് ചുരുക്കി ദുഃഖിച്ച് ജീവിക്കുന്നതിനേക്കാൾ വരവ് വരുത്തി ആഘോഷമായിട്ട് ജീവിക്കാം. മാന്യപ്രേക്ഷകരെ, ഇനി ഒട്ടും വൈകേണ്ട. ജയസുനിൽ സാറിന്റെ നമ്പർ ഒരുപാട് നേരമായി നമ്മുടെ സ്ക്രീനിൽ കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ നേരിട്ട് ബന്ധപ്പെടുക. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി. കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കിട്ടും. അതിലൂടെ നിങ്ങൾക്കും വലിയൊരു മോചനം സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന ആശംസയോടെ തൽക്കാലം ഈ സെഷനോട് വൈൻഡപ്പ് ചെയ്യാം. സാർ, ഇത്രയും ഈ ഒരു നല്ല കാര്യത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ള അങ്ങേക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ, പ്രാർത്ഥനകൾ. തൽക്കാലം ഈ സെഷനോട് വൈൻഡപ്പ് ചെയ്യാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.